ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഫിഷ് ഫ്രൈ ആട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ഫിഷ് അയില മീനാട്ടോ. അയില നന്നായി ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മുളക് പൊടി കേട്ടോ. എത്രയാണോ മീൻ എടുത്തിട്ടുള്ളത് അതിനാവശ്യമായിട്ടുള്ള മീൻ. ഞാൻ വാൽഭാഗമാട്ടോ എടുത്തിട്ടുള്ളത്, തലഭാഗം കറി വെക്കാൻ വെച്ച്. പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി കുറച്ചിട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ. ഞാൻ വീട്ടിൽ തന്നെ അരച്ച് എടുത്ത പേസ്റ്റാണ്. പിന്നെ കരിവേപ്പിൻ്റെ ഇല കേട്ടോ, ഒന്ന് ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് വിനാഗിരി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്, കുറച്ച് കട്ടിക്കാണത്. അതൊന്ന് പേസ്റ്റ് രൂപത്തിലാകാൻ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മസാലയിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഉപ്പോ എന്തെങ്കിലും ചേർക്കാണ്ടെങ്കിൽ അപ്പം ചേർക്കാം. പിന്നെ അതൊക്കെ മീനിൻ്റെ ഉള്ളിലും ആ വരഞ്ഞു കൊടുത്ത ഭാഗത്തും എല്ലാം ഒന്ന് നല്ല പുരട്ടി കൊടുക്കാം. ഒരു 1/2 hour അല്ലെങ്കിൽ 1 hour എങ്കിലും മിനിമം വെക്കണം കേട്ടോ. എന്നാലുള്ള മീനിൽ നല്ല മസാല പിടിക്കുക. മസാല ഉള്ളതൊക്കെ ബാക്കിയൊക്കെ അതിൻ്റെ മേലൊന്ന് ജസ്റ്റ് ഒന്ന് പുരട്ടി കൊടുക്കാം. ഈ 1 hourക്ക് ശേഷം ഞാൻ വെളിച്ചെണ്ണയിലാട്ടോ ഫ്രൈ ചെയ്യണത്. അതിലേക്ക് 2 കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മീൻ ഇട്ടെടുത്ത ശേഷം ഒരു സൈഡ് വെന്ത് വരുമ്പോൾ ഒന്ന് മുരിഞ്ഞ് കിട്ടുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഓയിൽ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഓയിലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ പക്ഷെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. വേഗാണ്ട് മറിച്ചിട്ടാൽ പൊട്ടിപ്പോകും കേട്ടോ. ഒന്ന് വെന്തതിൻ്റെ ശേഷം ഒന്ന് മറിച്ചിടാൻ നോക്കുക. അപ്പോൾ ആരെങ്കിലുമൊക്കെ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ. ലൈക്കൊക്കെ ചെയ്യാം. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫിഷ് 2 ഭാഗവും വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പ്ലേറ്റിലേക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ അയില ഫ്രൈ റെഡി ആയിട്ടോ. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.